അപ്പോൾ നിങ്ങൾ ഫാമിലി ആയിക്കാണ്ടോ അല്ലെങ്കിൽ നിങ്ങളുടെ വൈഫിനായിട്ടോ ഗേൾ ഫ്രണ്ടിനായിട്ടോ തായ്ലാൻഡിലേക്ക് പാക്കേജ് എടുത്ത് പോകാൻ താല്പര്യമുണ്ടോ എന്നാൽ ഈ വീഡിയോ കണ്ടോളൂ. ഇതിൽ നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് പാക്കേജ് എടുത്ത് പോകുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, ഓരോ സ്ഥലത്ത് എന്തൊക്കെയാണ് വിസിറ്റ് ചെയ്യുന്നത് എല്ലാം നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറയാം. ഞാൻ എന്തായാലും വീട്ടുകാരോടൊക്കെ സലാമൊക്കെ പറഞ്ഞ് എന്തായാലും ഞങ്ങളെ ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്യാണ്. ഇൻഷാ അല്ലാഹ് കേടുപാടൊന്നും ഇല്ലാണ്ട് എത്തണം നല്ല പ്രാർത്ഥനയിലാണ് ഞാനായാലും. നമ്മൾ നേരത്തെ വാൾപ്പാറ പോയപ്പോഴുള്ളൊരു റൂട്ടല്ലേ നമ്മളിവിടെ നമ്മൾ ഓൾമോസ്റ്റ് തൃശ്ശൂരൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് 10-30 കിലോമീറ്റർ കൂടെ ഉള്ളൂ. നമ്മൾ വിചാരിച്ചില്ലാറ് നല്ല ബ്ലോക്ക് ഉണ്ടായിരുന്നു, അവിടെ കുറച്ച് ലേറ്റും ആണ് നമ്മൾ. ഓക്കെ, സോ നമ്മൾ കാർ പാർക്കിങ്ങിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ വണ്ടി ഇവിടെ പാർക്ക് ചെയ്തിട്ട് നമ്മൾ പോകും. തിരിച്ചു വരുമ്പോൾ ഇവിടെ നിർത്താനുള്ള പ്ലാനാണ്. അപ്പോൾ ഇങ്ങനെ നല്ലൊരു പാർക്കിംഗ് കണ്ടുപിടിച്ച് അതിൽ പാർക്ക് ചെയ്യുന്നു. നേരെ ഇന്റർനാഷണൽ ടെർമിനൽ T3 അപ്പോൾ ചുറ്റും നമ്മളെ ലഗേജ് ഒക്കെ കയറ്റാണ്. ഇത് ചുറ്റുണ്ട്. ഇനി ഇൻ്റെതാണ് മെയിൻ. കാറും പാർക്ക് ചെയ്ത് ലഗേജസ് കൊടുത്ത് ഇനി നേരെ നമ്മൾ കൊച്ചിൻ ഇന്റർനാഷണൽ എയർപോർട്ട് ടെർമിനൽ നമ്പർ 3. സോ നമ്മൾ ഡിപ്പാച്ചറിലെത്തി. നമ്മളെ കൊലാലംപൂരിലത് ഓൾറെഡി ചെക്ക് കഴിഞ്ഞ് സ്റ്റാർട്ട്. അങ്ങനെ സെക്യൂരിറ്റി ചെക്ക് കഴിഞ്ഞ് ജോക്ക് കുറച്ച് ഫുഡ് കഴിക്കണം എന്ന് പറഞ്ഞ് അങ്ങനെ ഫുഡ് കോർട്ടിലോട്ട് ഫുഡ് കഴിച്ചിട്ട് കയറാന്നുള്ള രീതിയിൽ ബർഗർ കിങ്ങിന് പോയി നമ്മൾ ഓർഡർ ചെയ്ത് ഇനി നമ്മൾ വെയിറ്റ് ചെയ്യാണ്. പറയുമ്പോൾ പുറത്തുനിന്ന് കഴിച്ചിട്ടാണ് വരുന്നത്. ഒക്കെ അനങ്ങിയ വിശപ്പാണ്. അങ്ങനെ ഫുഡ് എത്തിയിട്ടുണ്ട് ഗായ്സ്. അതിനുണ്ട്. സോ ഫുഡൊക്കെ കഴിച്ച് നമ്മൾ ഗേറ്റിൻ്റെ അങ്ങോട്ട് അല്ലേ, ഇനി ഗേറ്റിൻ്റെ അവിടെയുള്ള വെയിറ്റിംഗ് ആണ്. അത് കഴിഞ്ഞിട്ട് വേണം നമുക്ക് ഫ്ലൈറ്റിൽ ചെക്ക് ഇൻ ചെയ്യാം. അങ്ങനെ നമ്മൾ ഇനി നേരെ ഫ്ലൈറ്റിലോട്ട്. യെസ്, ഫൈനലി വിൻഡോ സീറ്റ്. പക്ഷേ വിങ്സിൻ്റെ തൊട്ടടുത്താണ്. ഫൈനലി വി ഓൾമോസ്റ്റ് ലാൻഡിങ്. സോ അങ്ങനെ നമ്മളൊരു ഇവിടുത്തെ മലേഷ്യത്തെ 5 മണിയായപ്പോഴത്തേക്ക്, 5:30 ആയപ്പോഴത്തേക്ക് നമ്മളിവിടെ എത്തി. ഓൾമോസ്റ്റ് നമ്മുടെ നാട്ടിൽ 3:15 ആയപ്പോഴത്തേക്ക് മലേഷ്യയിൽ ലാൻഡ് ചെയ്തിട്ടുണ്ട്. ഇവിടെ ഏകദേശം നമുക്കൊരു 7 മണിക്കൂറിൻ്റോളം വെയിറ്റിംഗ് ഉണ്ട്. എന്നിട്ടാണ് അടുത്ത ഫുക്കറ്റിലോട്ടുള്ള ഫ്ലൈറ്റ്. അങ്ങനെ മലേഷ്യ എയർപോർട്ടിൽ നിന്ന് നമ്മൾ ട്രാൻസിസ്റ്റിൻ്റെ ഭാഗത്തേക്ക് വരികയാണ്. ഇവിടുന്ന് ട്രാൻസിസ്റ്റ് പിന്നെ അതുപോലെ ഫുഡ് കഴിക്കൽ, ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ ഉണ്ട്. ഏകദേശം 7 മണിക്കൂർ ഉണ്ടായതുകൊണ്ട് തന്നെ മലേഷ്യ എയർപോർട്ട് ഫുള്ളൊന്ന് ചുറ്റി കാണാമെന്നുള്ള പ്ലാനിലാണ് ഞങ്ങൾ. അപ്പോൾ അത് കഴിഞ്ഞതിന് ശേഷം വേണം ഒന്ന് റെസ്റ്റ് എടുക്കാൻ. അങ്ങനെ ഫുഡ് സ്പോട്ട് എത്തി. പക്ഷെ ഇപ്പോൾ കൺഫ്യൂഷനാണ് ഏതെന്ന് കഴിക്കണമെന്ന്. ചൈനീസ് കണ്ടു, ജോക്ക് പൂതിയുണ്ട്, പക്ഷെ ഒരു പേടി അല്ലേ. ഫസ്റ്റ് സീസൺ തന്നെ ആയതുകൊണ്ട് ഇനി നമുക്ക് എങ്ങാനും സീൻ വന്നാലോ വിചാരിച്ച് നമ്മൾ ഫസ്റ്റ് സീസൺ ആക്കണ്ട. പക്ഷെ ഇൻഷാ അല്ലാഹ് ലാസ്റ്റ് സീസൺ അല്ലേ നമ്മൾ ആ ഫുൾ ലോക്കൽ തായ്ലൻഡ് എന്താണ് ലോക്കൽ സാധനങ്ങൾ മാത്രം നമ്മൾ ട്രൈ ചെയ്യും. പിന്നെ നാട്ടിലല്ലേ അപ്പോൾ സീനില്ലല്ലോ. അപ്പോൾ ഫസ്റ്റ് നമ്മൾ സ്മൂത്തി ട്രൈ ചെയ്യാച്ച്. കാരണം നമ്മളടുത്ത് തായ്ലാൻഡ് ക്യാഷാണ് കയ്യിലുള്ളത്. പിന്നെ നമ്മളടുത്ത് ഇൻ്റർനാഷണൽ കാർഡ് ഉണ്ടായതുകൊണ്ട് നമ്മൾ ഇവിടുന്ന് സ്മൂത്തി ഓർഡർ ചെയ്യാൻ. പിന്നെ ഫുഡൊക്കെ കഴിച്ച് ഇവിടെ ഇങ്ങനെ ഇവരുടെ ഒരു മലേഷ്യൻ എയർവേസിൻ്റെ ഒരു വിമാനം നിർത്തിയിട്ടുണ്ട്. അപ്പോൾ അതങ്ങനെ കഴിച്ച് കണ്ടിരിക്കാന്ന് വിചാരിച്ചു. എന്തായാലും 12 മണിയാവും. ഇവിടെ 7 മണി ആയിട്ടുള്ളൂ. അങ്ങനെ വീണ്ടും ഫുഡ് അടി. അത്യാവശ്യം ലേ ഓവർ ഉണ്ടായതുകൊണ്ട് തന്നെ ഇവിടെ ഫുഡ് അടിയാണ് മെയിൻ. ഫുഡ് അടിച്ച് നമ്മൾ വാങ്ങി. ഇനി ഏകദേശം നമ്മൾ ഒരു 1 മിനിറ്റിന് ഇത് വെച്ച് അങ്ങനെ അത് കിട്ടുക, അതും പോയി കഴിക്കുക, അതന്നെ പരിപാടി. അങ്ങനെ ഫുഡൊക്കെ ചൂടാക്കി കഴിഞ്ഞു. ഇനി അടുത്ത ഫുഡിങ് ഇപ്രാവശ്യം നമ്മൾ ബർഗറും സാൻഡ്വിച്ച് കൊടുത്തു. ഇത് എത്ര വെച്ചിട്ടാണ് സമയം പോകേണ്ടത്. എല്ലാവരും എയർപോർട്ട് ചുറ്റിക്കാണതിൻ്റെ ഇടയിൽ ഇയാൾ പെട്ടിൻ്റെ നമ്പർ മറന്നുപോയി. എന്തായാലും കുറേ യൂട്യൂബ് വീഡിയോസൊക്കെ ഇരുന്ന് തപ്പിയിട്ട് ലാസ്റ്റ് ഒരു വീഡിയോയിൽ ട്രിക്ക് പറഞ്ഞെന്ന്. ഇത് ആരാൻ്റെ പെട്ടി പോയി ചെയ്യരുത്. അതായത് ഇങ്ങനെ തിരിച്ചു നോക്കിയിട്ട് ഇതിൻ്റെ താഴെ കണ്ടോ ഇവിടെ ഒരു ഹോള് മാതിരി വന്നു. എല്ലാത്തിനും ഇതേപോലെ ഹോൾ വെക്കുക. എന്നിട്ട് ഓരോ നമ്പർ റിവേഴ്സ് ചെയ്യുക. റിവേഴ്സ് ചെയ്തിട്ട് ഇങ്ങനെ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ അത് കിട്ടും. കണ്ടോ, ഇതിപ്പോൾ ഞാൻ സെറ്റ് ചെയ്ത നമ്പറാണ്. ഇതിങ്ങനെ ആൻറ്റി ക്ലോക്ക് വൈസിൽ ഇത് ഇങ്ങോട്ട് തിരിച്ച് അങ്ങനെ ഞങ്ങൾ എന്ത് ചെയ്ത് സത്യത്തിൽ ഇത് ഫേക്കാണ് കരുതിയത്. പക്ഷേ അതെ, പക്ഷേ ഞങ്ങൾ സെറ്റ് ചെയ്ത പാസ്വേഡിൽ ഇത് തുറക്കണമില്ല. അങ്ങനെ എന്തായാലും യൂട്യൂബ് കണ്ട ട്രിക്ക് എടുത്ത് ലാസ്റ്റ് ഞാൻ തുറന്ന് കുഡൂസ്റ്റ് സുട്ടു അടിച്ചോ. നമ്മൾ അവസാനത്തെ ഇതും കഴിഞ്ഞു കേട്ടോ. ഇനി ഇവിടെ കാണാൻ ഒന്നും ബാക്കില്ല എന്നുള്ള രീതിയിൽ ഫുഡ് സ്പോട്ട് ആയാലും ശരി, ഓരോ പിയറാണെങ്കിലും എല്ലാം നമ്മൾ പക്ക കണ്ടു. 4 സൈഡും കണ്ടു ഇറങ്ങി. ഇനി നമ്മൾ ഫ്ലൈറ്റ് ഓൺ ബോർഡിംഗ് ആണ്. ഇവിടുത്തെ 11:40 നമ്മൾ ഫ്ലൈറ്റ്. അത് നേരെ ഫുക്കറ്റിക്ക്. ആ ഫുക്കറ്റിക്ക് കയറിയിട്ട് അവിടെ 1 മണിക്ക് എത്തും. അതായത് വീണ്ടും നമ്മൾ ടൈം റിവേഴ്സ് ചെയ്യുന്ന പോലെ എത്തിയിട്ട് പിന്നെ നമ്മൾ ഫുക്കറ്റിൽ കറങ്ങാനാണ് പ്ലാൻ.
അങ്ങനെ വീണ്ടും ഫുഡ് അരി നമ്മളെ ഇന്ത്യൻ റെസ്റ്റോറൻറ്റിൽ തന്നെ ഒരു ഫുഡ് കഴിക്കാമെന്ന് വിചാരിച്ചു. ഓക്കെ 14 റൈറ്റ്. നമുക്ക് ഇങ്ങനെ ഇട്ടിട്ടുണ്ട്. നമുക്ക് 5 മിനിറ്റ് ഡിലേ ഇറങ്ങിയിട്ടുണ്ട് വീണ്ടും. അപ്പം ഇനി ഫുഡ് കഴിക്കൽ ഇതന്നെ പരിപാടി. ഇതിലൊക്കെ ഇറങ്ങി കിടക്കുക, ഫുഡ് കഴിക്കുക. അങ്ങനെ ഇനി ഫുക്കറ്റിക്കല്ലേ. കാരണം നമ്മൾ മലേഷ്യയിൽ നിന്ന് ഇത്ര നേരത്തെ കാത്തിരിപ്പിന് ശേഷം നമ്മൾ ഫുക്കറ്റിക്ക് ഇറങ്ങുകയാണ്. വീണ്ടും എയർ ഇന്ത്യൻ്റെ ഫ്ലൈറ്റ് തന്നെ. അല്ല, എയർ ഇന്ത്യ അല്ല, എയർ ഏഷ്യ. മലേഷ്യ ടു ഫുക്കറ്റ് ഞാനും ജുവയും വേറെ വേറെ സീറ്റിലേക്ക് പോയി. മറ്റേത് ഞങ്ങൾ ഒരുമിച്ചായിരുന്നു. ഇനി തിരിച്ചു വരുമ്പോൾ അതൊന്നുകൂടി റിക്വസ്റ്റ് ചെയ്യണം. ആൻഡ് ഫൈനലി വി ജസ്റ്റ് ലാൻഡഡ് ഫുക്കറ്റ്. അങ്ങനെ ഫുക്കറ്റിലെത്തിയിട്ടുണ്ട്. അങ്ങനെ എയർപോർട്ടിലെത്തിയതിൻ്റെ ശേഷം ആദ്യത്തെ പരിപാടി ഇ സിം എടുക്കാമെന്നുള്ളതാണ്. കാരണം നെറ്റിലാണ്ട് നമുക്ക് നടക്കില്ലല്ലോ. അപ്പോൾ നമ്മൾ ഇ സിമ്മിന് പ്രൊസീഡ് ചെയ്തിട്ടുണ്ട്. ഇതാണ് ഏകദേശം പ്രൈസിങ് വരുന്നത്. നമ്മളിപ്പോൾ 5 days ആണ് ഇവിടെ ഉണ്ടായതുകൊണ്ട് 5 days ഫാൻ എടുത്തിട്ടുണ്ട്. 399 വരും. ഏകദേശം നമ്മളെ നാട്ടിലൊരു 1100 200 ആ ഒരു റേഞ്ചിൻ്റെ ഉള്ളിൽ വരും. കൺവേർഷൻ കഴിഞ്ഞ് വരുമ്പോൾ ഡ്രൈവർ നമ്മളെ പിക്ക് ചെയ്തിട്ടുണ്ട്. നമ്മൾ സിറ്റി ടൂർ ഓൾഡ് ഫുക്കറ്റ് ടൗണൊക്കെയാണ് ഫസ്റ്റ് വിസിറ്റ് ചെയ്യുന്നത്. അപ്പോൾ നമ്മളെ ഡ്രൈവർ നമ്മളെ ഇറക്കിയിട്ട് നമ്മളോട് സെൽഫായിട്ട് ഓൾഡ് ഫുക്കറ്റ് ടൗൺ എക്സ്പ്ലോർ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. ഇവരും കൂടെ നമ്മളെ കൂടെ ഉള്ള ഫാമിലിയാണ്. പോലെ മക്കൾക്ക് ഫുഡ് വാങ്ങിക്കാൻ ഇറങ്ങിയിട്ട് ഓര് പോയി. നീ ഞാനും ജോയും കൂടി ഇവിടെ ഓൾഡ് ഫുക്കറ്റ് ടൗൺ അല്ലേ, ഞങ്ങളെല്ലാവരും കൂടെ നടന്ന് കാണാൻ പരിപാടി. ഇവിടെ ഒരു ഫേമസ് ആയിട്ടുള്ള ഒരു മാംഗോൻ്റെ ഒരു ജ്യൂസ് കിട്ടും അല്ലേ, അതെന്തായാലും ട്രൈ ചെയ്യണം. ഞങ്ങൾ അവിടുന്ന് നാട്ടിൽ നിന്ന് പോരുമ്പോഴേ വിചാരിച്ചിരുന്നു. അതെ അതെ, എന്തായാലും ഇവിടെ നടന്ന് കാണട്ടെ. ആദ്യം തന്നെ കണ്ണു ഇതൊക്കെയാണല്ലോ പഠിച്ചോനെ. പോയേക്കട്ടെ. അങ്ങനെ ഡ്രസ്സൊക്കെ വാങ്ങി കഴിഞ്ഞ് ഇനി ഇവിടുത്തെ ഇൻസ്റ്റഗ്രാം സ്പോട്ടായിട്ടുള്ള നമ്മുടെ കളർഫുൾ ബീച്ച്, അതിൻ്റെ പേരെന്തെന്ന് ബീച്ചല്ല, സ്ട്രീറ്റായ ഓൾഡ് ഫുക്കറ്റ് ടൗണിലുള്ളൊരു ഇതിലാണ് നടക്കുകയാണ്. ഭയങ്കര രസം. ഇനി ഇവിടെ ഭയങ്കര ഫേമസ് ആയിട്ടുള്ള ഹേ മാംഗോ പറഞ്ഞ സംതിങ് ഉണ്ട്. ഇനി അതൊന്ന് ട്രൈ ചെയ്തു. ഇതാണ് സാധനം. അപ്പോൾ നമുക്ക് നമ്മളെ സാധനം കിട്ടിയതിന് അപ്പോൾ ഇതാണ് ഇപ്പോൾ സാധനം. ഇതിന് ഏകദേശം നമ്മുടെ നാട്ടിലെ 360 ആ റേഞ്ചിൽ വരും. 120 അല്ലേ, ബട്ടല്ല എന്തെന്ന് ബാത്ത് അങ്ങനെ എന്തോ സാധനമാണ് ഇവിടുത്തെ കറൻസി. അങ്ങനെ 120 ആണ് അതിന്. ഇത് അത്യാവശ്യം ഒരാൾക്ക് കുടിക്കാനും ഉണ്ട് കേട്ടോ. അല്ലെങ്കിൽ ഞങ്ങൾക്കും കിട്ടി ഇവിടുന്ന് ഒരു ഫോട്ടോ. നമുക്ക് വ്ളോഗിലൊരു സെൽഫി ആവല്ലേ. അങ്ങനെ തായ്ലാൻഡിൻ്റെ തെരുവുകളിലൂടെ ഞാനും എൻ്റെ കെട്ടിയും അല്ല ജുവയും നമ്മൾ ഈ സ്ട്രീറ്റിൽ തന്നെ വേറെ സൈഡിലെത്തി. ഇവിടെ ഫുൾ നമ്മളെ ലോക്കൽ മാർക്കറ്റ് പറഞ്ഞാൽ അല്ല, ഇവിടെ കുറച്ച് സ്റ്റാൻഡേർഡ് ഉണ്ട്, ലോക്കൽ പറയാൻ പറ്റില്ല. അങ്ങനെ സ്റ്റാളൊക്കെ ഇട്ടിട്ടുള്ള ലോക്കൽ ഫുഡ്സ് ട്രൈ ചെയ്യാമെന്നുള്ള പ്ലാനാണ്. അവിടെ ഫുള്ള് അങ്ങനെ കുറേ സ്റ്റാളുണ്ട് കേട്ടോ. ഈ ഒരു സൈഡിൽ വരുമ്പോൾ ഓരോ സൈഡിൽ വരുമ്പോൾ ഓരോന്നാണ്. നേരത്തെ പോയ സൈഡിലായിരുന്നു ഫുള്ള് അസ്തെറ്റിക് വ്യൂ ഇല്ല, ഇൻസ്റ്റാഗ്രാം റിലേറ്റഡ് ആയിട്ടുള്ളായിരുന്നു. ഈ ഭാഗത്തേക്ക് വന്നപ്പോൾ ഫുള്ള് ഇങ്ങനത്തെ ആയി. ഭയങ്കര ചൂടാണ്. ഈ ഏപ്രിൽ മന്തിലൊക്കെ വരാൻ പ്രതീക്ഷിക്കുന്നവർ ആദ്യം തന്നെ ഇറങ്ങി വെച്ചോളി. നല്ല ചൂടാണ്. നമ്മളെ നാട്ടിലേറെ ചൂട് ഫീൽ ചെയ്യുന്നുണ്ട്. സംഭവം ഇപ്പോൾ ഇവിടെ വൈകുന്നേരം 4 മണി കഴിഞ്ഞ് 4 മണിയല്ല 5 മണി തന്നെ ആയി. എന്നിട്ടും ചൂടിനൊരു കുറവുമില്ല. പക്ഷെ ഇതിൽ നടക്കുമ്പോൾ അങ്ങനെ അറിയില്ല. പക്ഷേ ഇവിടെ വന്ന് ഫസ്റ്റ് ഡേ ഇവിടെ ആകെ കേട്ട ഏറ്റവും കൂടുതൽ വാക്സ് ഒന്ന് ടാക്സി വേണമെന്നില്ല. അതും ടാക്സി വേറെ വൈബ് ടാക്സി കേട്ടോ. അതും കണ്ട അതേമാതിരി എഴുതിയ അങ്ങനത്തെ ടാക്സിയാണ്. പിന്നെ രണ്ടാമത് കേട്ടത് സിമ്മ് വേണമെന്നില്ല. സിമ്മ് നമ്മൾ ഓൾറെഡി എടുത്തു. മൂന്നാമത് കേട്ടത് മസാജ്. അതിപ്പോൾ കുറേ കേട്ടിട്ടില്ല. ഇവിടെ വരുമ്പോൾ കേക്കൊന്നും ഓൾറെഡി പറഞ്ഞിന്. അപ്പോൾ കുഴപ്പമില്ല. ഇവിടെയും സ്റ്റാർബക്സിൻ്റെ ബ്രാഞ്ച് ഇതൊക്കെ ഉണ്ട്. ജുവക്ക് ഇവിടെ എത്തിയപ്പോൾ ഒരു ഫോട്ടോ എടുക്കണം. ഫോട്ടോ ആണോ? ഓക്കെ. അങ്ങനെ ഡ്രൈവർ നമ്മളൊരു അട്രാക്റ്റീവ് സ്പോട്ടാണ് ഇറങ്ങിയിട്ട് സെൻട്രൽ ഫുക്കറ്റ് മാളിൽ ഇറക്കിയിരിക്കുന്നത്. ഇത് സംഭവം മാളാണ്, ഇവർ അട്രാക്റ്റീവ് ആണെന്നൊക്കെ പറഞ്ഞിട്ട് വിടും. പിന്നെ 24/7 ഇംഗ്ലീഷ് സ്പീക്കിംഗ് ഗൈഡൊക്കെ ഉണ്ടാവും പറഞ്ഞിട്ട് ആളൊന്നും കാണാനില്ല. എനിക്ക് തോന്നുന്നുണ്ടെങ്കിൽ ഇപ്പോൾ റൂമിലെത്തി എല്ലാവരും ഒരുമിച്ച് അതിൻ്റെ ശേഷം അത് വരുന്നതെന്നുള്ളത്. അതിൻ്റെ കേസ് ഞാൻ പിന്നെ പറയാം. ഈ വീഡിയോൻ്റെ ലാസ്റ്റ് ആകുമ്പോഴത്തേന് പാക്കേജ് എടുത്ത് പോകണോ പോകണ്ടേ എന്നില്ല കറക്റ്റായിട്ടുള്ള ക്ലാരിറ്റി എന്തായാലും നമ്മൾ ഈ വീഡിയോയിൽ പറയുന്നുണ്ടാവും.
പാക്കേജ് എടുത്ത് പോകുന്നതുകൊണ്ട് നമ്മൾ തലവേദനകൾ ഒഴിവാക്കുക എന്നുള്ളതാണ് മെയിൻലി നമ്മൾ നോക്കുന്നത്. കുറച്ച് പൈസ പോയാലും വേണ്ടില്ല, എന്താ പറയുക, പാക്കേജ് എടുത്ത് പോകണമല്ലേ ഈസി എന്ന് നോക്കണം. നമുക്ക് എനിക്ക് തോന്നുന്നു ചില സ്പോട്ടിലൊക്കെ നമുക്ക് തന്നെ ഒറ്റയ്ക്ക് കവർ ചെയ്യാവുന്നേ ഉള്ളൂ. ഒരു ചെറിയൊരു ഐഡിയ കിട്ടാൻ വേണ്ടി നമ്മൾ ഫസ്റ്റത്തത് പാക്കേജ് ബുക്ക് ചെയ്തിട്ട്, എന്തായാലും ഇൻഷാല്ലാ അടുത്ത ട്രിപ്പ് മുതൽ ഞങ്ങൾ പാക്കേജ് എടുക്കില്ല എന്നല്ല ഞങ്ങൾ ഉറപ്പിച്ചിട്ടുണ്ടായിരുന്നു. അവിടെ വരുന്നതിന് മുന്നേ എടുത്തിട്ട് നമ്മൾ വിചാരിച്ചിട്ടുണ്ടായിരുന്നു. ഫുഡിൻ്റെ ഏരിയ ഇനിയും ഫുഡിങ്ങിന് പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ ഒന്ന് അത് മാത്രമാവുള്ളൂ. അതുകൊണ്ട് ഇപ്പം നമ്മൾ കഴിക്കുന്നില്ല. ഇനി ഇൻഷാല്ലാ നൈറ്റിൽ നമ്മൾ കഴിക്കാമെന്നുള്ള പ്ലാനിലാണ്. ഈ ഒരു ഏരിയ നമുക്ക് ഈ മാളിൽ കവർ ചെയ്യണ്ടായിരുന്നു, അതും നമ്മൾ കവർ ചെയ്തു. അപ്പോൾ നമ്മൾ നേരെ ഹോട്ടലിൽ പോകാനുള്ള പ്ലാനാണ്. അങ്ങനെ നമ്മളെ ഹോട്ടലിൽ എത്തിയിട്ടുണ്ട്. ഇതിലാണ് നമ്മൾ 5 days നിൽക്കാൻ പോകുന്നത്. 3 star ഹോട്ടലാണ്, 5 ഒന്നല്ല. താങ്ക് യു. അപ്പോൾ നമ്മൾ റൂമിൽ ചെക്ക് ഇൻ ചെയ്ത്, റൂമൊന്നും വലിയ പ്രശ്നമൊന്നുമില്ല, സെറ്റാണ്. നല്ല അമ്യൂണിറ്റീസ് ഇതായാലും പ്രോപ്പറായിട്ട് തന്നിട്ടുണ്ട്. പിന്നെ ചെക്ക് ഇൻ പ്രോസസ്സും ഭയങ്കര ഈസി ആയിരുന്നു. വാഷ്റൂം ആയാലും ഒക്കെ നല്ല വൃത്തിയുള്ള പ്രോപ്പർട്ടിയാണ്. പിന്നെ ഒരു ചെറിയ ബാൽക്കണി ഉണ്ട്, വലിയ വ്യൂ ഒന്നുമില്ല. അങ്ങനെ 7-Eleven കയറിയിട്ട് കുറേ സാധനങ്ങൾ വാങ്ങിക്കൂട്ടി. ഇനി റൂമിൽ പോയിട്ട് അതൊന്ന് ഓർഗനൈസ് ചെയ്യണം, എന്നിട്ട് ഒന്നുകൂടി ഇറങ്ങണം അല്ലേ? യെസ്, എനിക്ക് തായ് മസാജ് തന്നെ കണ്ടല്ലോ. എന്നിട്ട് ഒന്നുകൂടി നമ്മൾ ഇറങ്ങും. അതാണ് നമ്മളെ പ്ലാൻ.